ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ഓഗസ്റ്റ് മാസം 9-ാം തീയതി രാവിലെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിന ആശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായമാണ്. ഈ അധ്യായത്തിൽ ദൈവം ഉപയോഗിച്ച ഒരു ചെറിയ മനുഷ്യനെക്കുറിച്ചുള്ള വലിയ ചരിത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ആ മനുഷ്യൻ തന്നെക്കുറിച്ച് പറഞ്ഞു, എൻ്റെ കുലം എളിയത്, എൻ്റെ കുടുംബത്തിൽ ഞാൻ ചെറിയവനുമാണ്, പിന്നെ നീ എന്നെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ആ മനുഷ്യൻ ദൈവത്തോട് പറഞ്ഞു. അപ്പോൾ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഈ ഗിദെയോൻ എന്ന് പറഞ്ഞതായിരിക്കുന്ന വ്യക്തി അവിസ്മരണീയനായൊരു വ്യക്തിയാണ്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, മിദ്യാന്യരാണ് ഇസ്രായേൽ മക്കളെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ മക്കൾ കൊയ്യും, മിദ്യാന്യർ വന്ന് മുഴുവനും അദ്ദേഹം നെല്ല് കൊണ്ടുപോകും. ഇസ്രായേലിൽ വിതച്ചാൽ കൊയ്യുന്നത് മിദ്യാന്യരാണ്. ഇനി ഇസ്രായേൽ മക്കൾ കൊയ്താൽ ധാന്യം കൊണ്ടുപോകുന്ന മിദ്യാന്യരാണ്. അങ്ങനെ ഒരു വല്ലാത്ത കഷ്ടതയിലാണ് ഇസ്രായേൽ മക്കൾ. നമുക്കറിയാമല്ലോ, കൃഷി ചെയ്താൽ ഫലം എടുക്കാനായിട്ട് ആളുകൾ വേറെയാണെങ്കിൽ നമുക്കെന്ത് സങ്കടം. നമ്മൾ അധ്വാനിച്ച് കൃഷി ചെയ്യും, ഫലം എടുക്കുന്ന മറ്റുള്ളവരാണെന്ന് പറഞ്ഞാൽ എന്താണ്? കള്ളന്മാരതാണല്ലോ ചെയ്യുന്നത്. നമ്മൾ തെങ്ങ് വെക്കും, അവർ തേങ്ങ കൊണ്ടുപോകും. നമ്മൾ വാഴ വെക്കും, അവർ കുല കൊണ്ടുപോകും. നമ്മൾ വീട് വെക്കും, അവർ കൊള്ള ചെയ്യും. ഇങ്ങനെയുള്ളതായിരിക്കുന്ന അനുഭവമാണ് അന്നത്തെ കാലത്തുണ്ടായിരുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തെ സംഭവിച്ച ഒരു സംഭവമാണ് ഗിദെയോൻ ചെയ്തത്. ഗിദെയോൻ എന്താ ചെയ്തതെന്നറിയാമോ? മിദ്യാന്യർ എല്ലാവരുടെയും ഗോതമ്പ് അടിച്ചുകൊണ്ട് പോകുമ്പോൾ ഗിദെയോൻ ഒരു കാര്യം പറഞ്ഞു, തന്നോട് തന്നെ പറഞ്ഞു, ഏതായാലും ഞാൻ വിതച്ചത് ഞാൻ കൊയ്യുമെന്ന് പറഞ്ഞു. ഞാൻ കൊയ്യുന്നത് ഞാൻ വീട്ടിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അത് എൻ്റെ മക്കൾക്കും എൻ്റെ ഭാര്യയ്ക്കും അത് കഴിക്കാനുള്ളതാണ്, ഞാനത് മിദ്യാന്യർക്ക് കൊടുക്കില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവനെ പക്ഷേ ചെയ്ത് ധൈര്യമായിട്ട് ചെയ്യാൻ ഒക്കില്ല. കാരണം മിദ്യാന്യർ കൂട്ടമായിട്ട് വന്ന് ഉപദ്രവിക്കും, കൊന്നുകളയും. അതുകൊണ്ട് അവനെ കൊയ്ത് ചക്കിൻ്റെ പുറകിൽ പോയി നിന്നിട്ട് ആരും കാണാതെ മെയ്യും. കുറേശ്ശെ കൊയ്തുകൊണ്ട് വരും, 10 കറ്റ കൊയ്തുകൊണ്ട് വരും, എന്നിട്ട് 10 കറ്റ മെതിക്കും, എന്നിപ്പോൾ ഒരു 10 കറ്റ കൊണ്ടുവരും, 10 കറ്റ മെതിക്കും. അങ്ങനെ മാറി നിന്നവൻ ഇങ്ങനെ മെതിച്ചുകൊണ്ടിരിക്കുന്നു. ആ മെതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവദൂതൻ പ്രത്യക്ഷനായിട്ട് ഗിദെയോനോട് പറഞ്ഞു, പരാക്രമശാലിയെ എന്നൊരു വിളി കേട്ടു. പരാക്രമശാലിയെ, അങ്ങനെ അവനെ വിളിച്ചത്. ഗിദെയോൻ ആകപ്പാടെ അതിശയിച്ചു. പരാക്രമശാലിയോ? ഞാൻ മിദ്യാന്യരെ പേടിച്ച് ചക്കന് മുറകിൽ വന്നിരുന്നിച്ചിരുന്ന് ഗോതമ്പ് മെതിച്ചെടുക്കുകയാണ്, എന്നെ കയറി പരാക്രമശാലി എന്ന് വിളിക്കുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ്റെ പരാക്രമത്തിന് കാരണമെന്ന് പറയുന്നത് അവൻ്റെ അവകാശബോധവും അവകാശം നേടിയെടുക്കുവാനുള്ള അവൻ്റെ അധ്വാനവുമാണ്. ശേഷം ജനമെല്ലാം അധ്വാനിച്ച് വിതച്ചതായിരിക്കുന്ന ഗോതമ്പ് മിദ്യാന്യർ കൊയ്തുകൊണ്ട് പോയപ്പോൾ ഈ ഗിദെയോൻ വിതച്ചത് ഗിദെയോൻ തന്നെ കൊയ്തെടുക്കുന്നു. ദൈവം ആ ഗിദെയോനെ കണ്ടുകൊണ്ട് പറഞ്ഞത് എന്താണ്? മിദ്യാന്യരെ ഭയപ്പെട്ട് മാളങ്ങളിൽ ഒളിക്കുന്നതായിരിക്കുന്ന ഇസ്രായേൽ മക്കൾക്ക് ഇടയിൽ ഇതാ ഗിദെയോൻ എന്ന് പറഞ്ഞതായിരിക്കുന്ന ഒരാൾ പാടത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ചക്കിന് മറഞ്ഞാണെങ്കിലും തൻ്റെ വിളവ് കൊയ്തെടുത്ത് മെതിച്ച് ഗോതമ്പുമായിട്ട് വീട്ടിൽ പോകുന്നു. അവൻ പരാക്രമശാലിയല്ലേ? അവൻ പരാക്രമശാലിയാണ്. എന്നാൽ ഞാൻ പറയാം, യഥാർത്ഥമായ പരാക്രമം അതുപോലെ ഗിദെയോൻ കാണിച്ചിരുന്നില്ല. അത് കാണിക്കാൻ പോകുന്നേ ഉള്ളൂ. അവൻ മുന്തിരിച്ചക്കിനരികെ ഒളിച്ചിരുന്നാണ് മെതിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ യഹോവ അവനോടുകൂടെ ഉണ്ട് എന്ന ഒരു ബോധ്യമാണ്. യഹോവ നിന്നോടുകൂടെ, പരാക്രമശാലിയെ യഹോവ നിന്നോടുകൂടെ ഉണ്ട്. അവൻ ആ കാര്യം പറഞ്ഞില്ല. അവൻ ഉടനെ ചോദിച്ചു, യഹോവ ഞങ്ങളോട് സംഭവിക്കുമെന്ന് ചോദിച്ചു. ഈ മിദ്യാന്യരെല്ലാം കൊയ്തുകൊണ്ട് പോകും, ദൈവം ഞങ്ങളോടുണ്ടെന്ന് പറഞ്ഞത് വളരെ ശരിയാണെന്ന് ചോദിച്ചു. ദൈവം പറഞ്ഞു, നീ ഈ ശക്തിയോടെ പോകാൻ പറഞ്ഞു, നീ ഇസ്രായേൽ മക്കളെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. ദൈവം അവൻ മുഖാമൂലം ചെയ്യുവാൻ പോകുന്ന സാധ്യതകൾ അവനെ അതിശയിപ്പിച്ചു. കാരണം തൻ്റെ കുലം ഇസ്രായേലിൽ ചെറുതാണ്, കൂടാതെ തൻ്റെ ഗോത്രത്തിൽ തൻ്റെ കുടുംബം ചെറുതാണ്, തൻ്റെ കുടുംബത്തിൽ താൻ ഏറെ എളിയവനുമാണ്. പിന്നെ എങ്ങനെയാണ് ദൈവം എന്നെക്കൊണ്ട് ഈ കാര്യങ്ങൾ ജയിക്കുന്നതെന്നാണ് അവൻ ചോദിച്ചത്. ഗിദെയോൻ ഒരു വിനയമുള്ള മനുഷ്യനായിരുന്നു, യാഥാർത്ഥ്യബോധമുള്ള മനുഷ്യനായിരുന്നു. നമ്മളൊക്കെ നമ്മളെപ്പറ്റി വലിയ കാര്യങ്ങൾ ചിന്തിക്കും. ഞാനാണ്, എൻ്റെ കുടുംബമാണ് ഏറ്റവും വലിയ കുടുംബം, എൻ്റെ കുടുംബത്തിലെ ഏറ്റവും ശക്തൻ ഞാനാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അങ്ങനെയൊക്കെ മിഥ്യയായ കാര്യങ്ങൾ ചിന്തിച്ചിട്ടുള്ള കാര്യമുണ്ടോ? ദൈവം ഗിദെയോൻ്റെ അടുക്ക് വന്ന് പറഞ്ഞു, ഗിദെയോനെ പരാക്രമശാലിയെ, നീ ഇസ്രായേൽ മക്കളെ രക്ഷിക്കുമെന്ന് പറഞ്ഞപ്പോൾ, അയ്യോ കർത്താവേ, അതെങ്ങനെയാണ് കർത്താവെ ഒക്കുന്നത്? എൻ്റെ ഗോത്രമെന്ന് പറയുന്ന ഏറ്റവും ചെറിയ ഗോത്രമാണ്, എൻ്റെ കുടുംബമെന്ന് പറയുന്ന ഏറ്റവും ചെറിയ കുടുംബമാണ്, എൻ്റെ കുടുംബത്തിൽ അനേകരുള്ളതിൽ ഞാൻ ഏറ്റവും എളിയവനാണ്, പിന്നെ എങ്ങനെയാണ് ഞാനിത് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അതിന് ദൈവം കൊടുത്ത ഉത്തരം ഗിദെയോന് ധാരാളം മതിയായിരുന്നു. ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. അതാണ്, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്.
വിജയത്തിന് ആധാരമെന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ ശ്രേഷ്ഠതയല്ല, ഗോത്രത്തിൻ്റെ വലിപ്പമല്ല, വ്യക്തിത്വത്തിൻ്റെ ഭയങ്കരതയല്ല, ഒന്നുമല്ല. വിജയത്തിന് കാരണമെന്ന് പറയുന്നത് ദൈവം നമ്മോടുകൂടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അക്കാര്യം ഗിദെയോനോട് പറഞ്ഞു. ആരെങ്കിലും എന്തെങ്കിലും ജയം വരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രഹസ്യം ദൈവസാന്നിധ്യമാണ്. ഏത് മനുഷ്യനായാലും, അത് ദാവീദാകട്ടെ, അപ്പോസ്തലനായ പൗലോസാകട്ടെ, അതിന് വേറെ ശക്തനായ ആരുമാകട്ടെ, അവർ വിജയം വരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം കർത്താവ് അവരോട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പഴയ നിയമ പുസ്തകങ്ങൾ മുഴുവൻ വായിച്ച് നോക്കിക്കേ, അവിടെ ഭക്തന്മാർ അവരുടെ ശുശ്രൂഷകൾ വിജയം വരിച്ചതിൻ്റെ രഹസ്യം എന്താണ്? ഏലിയാവായാലും ഏലിശയായാലും ഇനി ദാവീദായാലും ശലോമോനായാലും ആരായാലും അവർ വിജയം വരിച്ചെങ്കിൽ അതിൻ്റെ കാരണം ദൈവം അവരോടുകൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ദൈവം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കഴിയും. പൗലോസ് അപ്പോസ്തലൻ അതേക്കുറിച്ച് പറഞ്ഞത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്നാണ്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഗിദെയോനോട് പറഞ്ഞത് അതാണ്, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അസാധ്യമെന്ന് തോന്നുന്നതായിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. പക്ഷേ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ എത്ര ശക്തനായ മനുഷ്യനായാലും അതിന് നഷ്ടമാണ്. എന്നാൽ നമുക്കറിയാം, ശിംശോൻ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫെലിസ്ത്യർ ഇതാ എന്ന് പറഞ്ഞപ്പോൾ ശിംശോന് ചാടി എഴുന്നേറ്റ് ബന്ധനങ്ങൾ പൊട്ടിക്കാൻ കഴിഞ്ഞില്ല. അതിന് പകരം ശിംശോൻ ബന്ധിതനായി തീരുകയാണ് ചെയ്തത്. ദൈവ സാന്നിധ്യം പോയി കഴിഞ്ഞാൽ ഏത് മനുഷ്യനും എത്ര ശക്തനെന്ന് തോന്നിയാലും അവൻ ബലഹീനനാണ്. ഗിദെയോൻ ശക്തനായത് ദൈവം നിന്നോടുകൂടി ഉണ്ട് എന്ന് പറഞ്ഞതായിരിക്കുന്ന വാക്കിലാണ്. അതുവരെ അവൻ പരാക്രമശാലിയായിരുന്നു, തൻ്റെ അധ്വാനഫലം താൻ തിന്നു എന്നുള്ള കാര്യം ശരിയാണെങ്കിലും മിദ്യാന്യരോട് യുദ്ധം ചെയ്ത് അവരെ ജയിക്കുവാൻ തക്കതായിരിക്കുന്ന ശക്തി തനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിന് കാരണമായി തീർന്നത് യഹോവ നിന്നോടുകൂടെ ഉണ്ട് എന്നതായിരിക്കുന്ന കാര്യമാണ്. പൗലോസാണെങ്കിലും താൻ റോമാ സാമ്രാജ്യം മുഴുവനും നടന്ന് സുവിശേഷ വേല ചെയ്യുകയും സഭകൾ സ്ഥാപിക്കുകയും ചെയ്തത് തൻ്റെ ശക്തി കൊണ്ടല്ല. താൻ ശക്തനായിരുന്നു, പക്ഷേ കർത്താവ് എന്നോടുകൂടെ ഉണ്ട് എന്ന് താൻ മനസ്സിലാക്കിയത് കൊണ്ടാണ്. എൻ്റെ കൃപ നിനക്ക് മതി എന്ന് കർത്താവ് പറഞ്ഞു താൻ മനസ്സിലാക്കിയത് കൊണ്ടാണ്. ഏത് മനുഷ്യനും അങ്ങനെ തന്നെയാണ്. ഇബ്രായലേഖനം 11-ാം അധ്യായത്തിലെ വിശ്വാസവീരന്മാരുടെ വലിയൊരു പട്ടികയുണ്ട്. ആ പട്ടികയിലെ ഓരോ വ്യക്തിയെ നോക്കിയാലും തൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് നേടിയ നേട്ടങ്ങളല്ല, പിന്നെയോ ദൈവസാന്നിധ്യം കൊണ്ട് നേടിയ നേട്ടങ്ങളാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കുവാൻ നാം വിനയമുള്ളവരാണെങ്കിൽ ഇന്നും ദൈവത്തിന് നമ്മെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും. ഗിദെയോനെ ഉപയോഗിച്ച ദൈവം ഇന്ന് നമ്മെ ഉപയോഗിക്കുവാനായിട്ട് കഴിയും. പക്ഷേ ഗിദെയോനെ പോലെ നാം വിനയമുള്ളവരാകണം. എൻ്റെ ഗോത്രത്തിൽ ഞാൻ എന്തുള്ളൂ, ഞാൻ ആരാണ്, ഞാൻ ചെറിയവനല്ലാണ്, കഴിവില്ലാത്തവനാണ്, പ്രാപ്തിയില്ലാത്തവനാണ്. നമ്മുടെ കഴിവിനെക്കുറിച്ച് നാം അഹംഭാവമുള്ളവരായി തീരരുത്, യാഥാർത്ഥ്യബോധമുള്ളവരായി തീരണം. എന്നാൽ അതേസമയം തന്നെ എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്, എൻ്റെ കർത്താവ് എന്നോട് കൂടെയുണ്ട്, എൻ്റെ കർത്താവിനോട് കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് ചെയ്യുവാനായിട്ട് കഴിയും എന്ന വിശ്വാസത്തോടുകൂടെ നാം പറയുകയും അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടതാണ്. അങ്ങനെ ദൈവം ഇന്നും ബലഹീനരായ നമ്മെ തൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കാം. ദൈവം നമ്മെ ഉപയോഗിക്കട്ടെ. ദൈവം നാം മഹത്വപ്പെടുമാറാകട്ടെ. വാഴ്ത്തപ്പെട്ട പിതാവേ, ദിവസത്തിനായി സ്തോത്രം, നൽകിയ സന്ദേശത്തിനായി സ്തോത്രം, ഗിദെയോൻ്റെ നല്ല മാതൃകയ്ക്കായി സ്തോത്രം. യഹോവ നിന്നോടുകൂടെ ഉണ്ട് എന്ന് ഗിദെയോൻ കേട്ടപ്പോൾ അവന് വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിച്ചു. ഞങ്ങളും കർത്താവെ, നിൻ്റെ സാന്നിധ്യത്തിന് മറവിൽ നിന്നുകൊണ്ട് നിൻ്റെ സാന്നിധ്യം ഞങ്ങളിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങയ്ക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുവാൻ സഹായിക്കണമേ. ഈ പകൽക്കാലത്തിനായി സ്തോത്രം. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തരണമേ, മഹത്വത്തോട് നിൽക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ.